എൻ്റെ പേര് കർമ്മലി ജോയ്. ഞാൻ കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 അത് കോവിഡ് കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്കിലും ഞാൻ പ്രാർത്ഥനകളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കുന്നത് മുടക്കിയില്ല. അതിനുശേഷം എനിക്ക് ശാരീരികമായി അസ്വസ്ഥതകളുണ്ടായപ്പം എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വന്നു. അന്നേരം ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വന്നു. എൻ്റെ യൂട്രസ് സ്കാൻ ചെയ്തപ്പം അതിൽ 4 ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അത് തൽക്കാലം ബ്ലീഡിങ് നിൽക്കാൻ മെഡിസിൻ തന്നെങ്കിലും 6 മാസം കൂടുമ്പം അത് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് വിഷമം വരുമ്പം ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കൃപാസനമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 2022 മെയ് 1 വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം എൻ്റെ അസുഖം വെച്ച് ഉടമ്പടിയിലായിരിക്കവേ എങ്കിലും ഞാൻ സ്കാൻ ചെയ്തില്ല. 4ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീണ്ടും എനിക്ക് ശരീരത്തിന് അസ്വസ്ഥതകൾ തോന്നി. ഞാൻ ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം കരുതി ഞാൻ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ കൃപാസനം പത്രം എത്തണം, എന്നിട്ടേ ഞാൻ ഡോക്ടറിനെ കാണത്തോളം എന്ന് കരുതി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം ഞാനും എൻ്റെ മോനും കൂടി കൃപാസനം പത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിതരണം ചെയ്ത് അതിനുശേഷം പിറ്റേന്ന് ഞാൻ ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കാണാൻ കയറുന്നതിന് മുമ്പ് ഡോറിൻ്റെ വാതിലിൽ ഞാൻ കൃപാസനം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കയറിയത്. ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്യാൻ കുറിച്ച് വന്ന് സ്കാനിങ് റൂമിൽ കയറിയപ്പോഴും ഞാൻ അത് തന്നെ ചെയ്ത് സ്കാനിങ് റൂമിൻ്റെ വാതിലിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കൃപാസനം കാശ് രൂപം സ്കാനിങ് മെഷീനിൽ വെച്ച് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ആ 4 ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞു ഫൈബ്രോയിഡ് ഒഴികെ ബാക്കി ഒന്നും ഇല്ലായിരുന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം എനിക്ക് വലത് കാൽമുട്ടിനും നടുവിന് വേദനയായിരുന്നു. അത് ഡോക്ടറിനെ കാണിച്ച് മരുന്നുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദന മാറും, വീണ്ടും വരും. ആ വേദന വലത് സൈഡ് നടു പിന്നെ അത് ശിരസ് മുതൽ പാദം വരെ ആകാൻ തുടങ്ങി. എനിക്കൊരു അരമണിക്കൂർ പോലും നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോഴത്തേന് കാലിന് വേദന വരും. അതുപോലെ തന്നെ ബസ് യാത്ര ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ ഒരു തവണ പുതുക്കാൻ വന്നപ്പോഴത്തേന് ക്യൂവിൽ കുറച്ച് അധിക സമയം നിൽക്കേണ്ടി വന്നു. അന്നേരം എനിക്ക് കാലുവേദന ഭയങ്കരമായിട്ട് കാലുവേദന എടുത്തു. ഞാനിവിടെ കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ്, മാതാവേ എനിക്ക് ഈ കാലുവേദന എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഈ 2 മണിക്കൂറോളം ഇനി ബസ് യാത്ര ചെയ്യണം, ഈ വേദന ഞാൻ അങ്ങ് അമ്മയ്ക്ക് തരിക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറിയിരുന്ന് ഞാൻ നോക്കുക എൻ്റെ വേദന അമ്മ എടുത്തോ എന്ന് നോക്കുക, അപ്പോൾ ഇല്ല. എന്നിട്ട് വീട്ടിൽ ചെന്ന് വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കാലിലെ വേദന 90% മാറി. ഇപ്പോൾ അതിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, തല ചുറ്റൽ വരുമായിരുന്നു. അപ്പോൾ അത് ENT കാണിച്ച് മെഡിസിൻ എടുത്തെങ്കിലും എനിക്ക് മാറിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഈ തല ചുറ്റലിനെ ഒരു നിയോഗമായിട്ട് വെച്ച് ഇപ്പോൾ എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് അത് സുഖപ്പെട്ട്. പിന്നെ എൻ്റെ ഫേസിന് കണ്ണിന് താഴെ 2 സൈഡിനും വലിയ കറുപ്പ് പാട് വീണ്. അപ്പം നമുക്ക് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും മുഖത്ത് അടയാളം വരുമ്പോൾ അതൊരു ടെൻഷനാണല്ലോ. അങ്ങനെ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറിനെ കാണിച്ച് 2 വർഷത്തോളം മെഡിസിൻ ഉപയോഗിച്ചെങ്കിലും അത് മാറിയില്ല. ഇവിടെ ഉടമ്പടി തൈലം ഞാൻ ഏകദേശം 1 മാസത്തോളം ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതും എനിക്ക് മാറി കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. എൻ്റെ ചേച്ചിക്ക് സാമ്പത്തിക ബാധ്യത മൂലം അവരുടെ ഭവനം നഷ്ടപ്പെട്ട്. അന്നേരം അത് എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. 2021 ജെറീക്കോ പ്രാർത്ഥനയിൽ പ്രധാന നിയോഗം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. 1 വർഷം തികഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ട ഭവനത്തിൻ്റെ ഇരട്ടി സൗകര്യങ്ങളുള്ള ഒരു ഭവനം എൻ്റെ ചേച്ചിക്ക് ലഭിച്ചു. പിന്നെ ഇനി എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മോള് BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞു. അവൾ ദൈവത്തിൻ്റെ കൃപയെ അത്യാവശ്യം നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ S6 എക്സാം സമയത്ത് ഒരു പേപ്പറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞ്, അമ്മ ഇന്നത്തെ എക്സാം എനിക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റിയില്ല, ഒരു 28 മാർക്കിനെ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ, എനിക്ക് പാസ്സാകാൻ 40 മാർക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞോളാം, മാതാവ് നിനക്ക് 41 മാർക്ക് തന്ന് നീ പാസ്സാവുമെന്ന് പറഞ്ഞു. അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ മാതാവിനടുത്ത് നോക്കി പറഞ്ഞ്, അമ്മയുടെ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത്, അവൾക്കൊരു 80 മാർക്ക് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. എൻ്റെ മോളുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് 70 മാർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം എൻ്റെ മോള് BTech പാസ്സായി ഇറങ്ങിയപ്പോഴത്തേന് ഒരു 3 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്.
അപ്പോൾ 3 മാസം കോഴ്സിന് ജോയിൻ ചെയ്തെങ്കിലും അവൾ എന്നോട് ചോദിച്ചു, അമ്മ ഈ കോഴ്സ് കഴിയുമ്പം വിദേശത്ത് പോകണോ അതോ ഇവിടെ ജോലി നോക്കണോ, ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോള് പഠിച്ചോ, അത് കാര്യങ്ങളെല്ലാം കൃപാസന അമ്മ ക്രമപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു. കോഴ്സ് തുടങ്ങി 2 മാസം ആയപ്പോഴായിരുന്നു ഇവിടുത്തെ ജപമാല റാലി. ഇവിടുത്തെ ജപമാല റാലിയിൽ പ്രധാനമായിട്ടും എൻ്റെ മോക്കടെ കോഴ്സിനെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും നിയോഗം വെച്ച് ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ 4 പേരും കൂടി ജപമാല റാലിയിൽ പങ്കെടുത്ത്. ജപമാല റാലി പങ്കെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഫാമിലിയിലുള്ളൊരു മോള് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയായിട്ട് വരും. ആ മോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ്, ചേച്ചി അവളുടെ CV അയച്ചതാ, നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ ഇടപെട്ട് പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു. CV അയച്ചു കൊടുത്തു. കമ്പനിയിൽ നിന്ന് എൻ്റെ മോളെ വിളിച്ചു. എൻ്റെ മോൾക്ക് ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കൊടുത്തു. ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഏകദേശം ഒരു 52 മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ മോള് പറഞ്ഞത്. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് അവർ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കൊടുത്ത്. അപ്പോൾ മോൾ എന്നെ വിളിച്ചു പറഞ്ഞ്, അത് ഹയർ ലെവൽ ടെക്നിക്കൽ റൗണ്ടാണ്, അതിരിച്ച് പാടാണ്, എനിക്ക് ടെൻഷനാവുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളൊന്നും ടെൻഷൻ അടിക്കണ്ട, മോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അമ്മ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മോളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ എൻ്റെ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ മുട്ടുകുത്തി, അത് ഇൻ്റർവ്യൂ റൂമാണെന്ന് സങ്കല്പിച്ച് മുട്ടുകുത്തി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് അഖണ്ഡ ജപമാല കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ അഖണ്ഡ ജപമാല എടുത്തു വെച്ച് എൻ്റെ മോളുടെ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് അഖണ്ഡ ജപമാല പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാല പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോളെ വിളിച്ച് ചോദിക്കുന്നത് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം മോള് പറഞ്ഞ്, അമ്മ ഞാൻ മോൾക്ക് ഉടമ്പടി തൈലം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടി തൈലം ലാപ്ടോപ്പിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ, അമ്മ എന്നോട് ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാവുള്ളെന്ന്. അതുപോലെ തന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചോളൂ, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി, വിത്തിൻ 2 ഡേയ്സ് എനിക്ക് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞ്. അതിന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു. എൻ്റെ മോളുടെ ആ 3 മാസത്തെ കോഴ്സ് തികയാൻ 3 ദിവസം ഉണ്ട്. അതിന് മുമ്പ് ഒരു ദിവസം പോലും ഇനി എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ അമ്മ തന്നില്ല. ആ കോഴ്സ് വിത്തിൻ 2 ഡേയ്സ് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞെങ്കിലും 3 ദിവസമായിട്ട് ഓഫർ ലെറ്റർ വന്നില്ല. അന്നേരം എൻ്റെ മോൾക്ക് ടെൻഷനായി. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഓഫർ ലെറ്റർ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ്, ടെൻഷൻ അടിക്കണ്ട, ഇതുവരെ കൊണ്ടെത്തിച്ച മാതാവ് ഇനിയും നമ്മളെ കൈവിടത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടുമെങ്കിലും ആ ടോക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. അങ്ങനെ ആ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നി, എൻ്റെ മോളുടെ ഓഫർ ലെറ്റർ വരാത്ത എന്താ, എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ബോധ്യം തോന്നി, എൻ്റെ മോൾ വെറും കൈയോടെ ജോയിൻ ചെയ്യാൻ പോവരുത്, ഉടമ്പടി കൃപാസന പത്രവുമായിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എൻ്റെ മോൾ ജോയിൻ ചെയ്യാൻ പോകുമ്പം ഒരു പാക്കറ്റ് ഇംഗ്ലീഷ് പത്രം ഞാൻ കൊടുത്തു വിടും അവിടെ ഓഫീസിൽ കൊടുക്കാൻ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പിറ്റേന്ന് തന്നെ, അതായത് ഡിസംബർ 1-ാം തീയതി എൻ്റെ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന്. ഞാനും എൻ്റെ മോളും കൂടി ഇവിടെ വന്ന്, ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ മോൾക്ക് നിർബന്ധമായിരുന്നു ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ പറഞ്ഞിട്ടേ ആരോടും പറയത്തുള്ളൂ എന്ന്. ഡിസംബർ 2-ാം തീയതി തന്നെ ഞാനും എൻ്റെ മോളും കൂടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ നോക്കി നന്ദി പറഞ്ഞ് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് ഞങ്ങൾ പോയി. എൻ്റെ മോൾക്ക് ഇപ്പം ഡിസംബർ 13-ാം തീയതി മരിയൻ ദിനമായ അന്ന് എൻ്റെ മോള് ടെക്നോ പാർക്കിൽ ഒരു കനേഡിയൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത്. അത് എൻ്റെ മോളുടെ ഒരു മെറിറ്റും അല്ല, അവളുടെ കോഴ്സ് തീർന്നില്ല, അവൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, എക്സാം കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. അത് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ് എൻ്റെ മോൾക്ക് കിട്ടിയത്. അത് കൃപാസന അമ്മയുടെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി ഞങ്ങൾക്ക് പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. പിന്നെ ഭക്ഷണ പൊതികൾ കൊണ്ടുപോയി വഴിയരികിലിരിക്കുന്നവർ, ഞങ്ങൾ വിശന്നിരിക്കുന്നവരെ നോക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി 2 വീലറിൽ പോയി നോക്കി നടന്ന് കൊടുക്കും. കൃപാസന അൾത്താരയിൽ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ, ദൈവം ഏറ്റവും കൂടുതൽ ഇടപെട്ട ഈ അൾത്താരയിൽ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പൊന്നി ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ബിൻസ്റ്റേജ് പറഞ്ഞ ഈ 7 സാക്ഷ്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം 4 പറഞ്ഞതും രോഗസൗഖ്യമാണ്. ഈ 4 കാര്യത്തിലും ഡോക്ടേഴ്സിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. 4 കാര്യത്തിലും ഡോക്ടേഴ്സിൻ്റെ സഹായം തേടിയെങ്കിലും അത് പൂർണ്ണമായിട്ടുള്ളൊരു ഹീലിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. തുടക്കം തന്നെ ചേച്ചി പറഞ്ഞു, ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും കൃപാസനമാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളത്.
ഈ 4 കാര്യങ്ങളും ദൈവത്തിൻ്റെ സഹായത്തിൽ തന്നെ സൗഖ്യം ലഭിക്കുകയാണ്. പിന്നീട് പറഞ്ഞ 3 കാര്യങ്ങളും ജീവിതത്തിൽ ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന മാർഗമാണ് ഈശോ. ആ മാർഗമെന്ന് പറയുന്നത് ഈശോ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ചേച്ചിയും മക്കളും കർമ്മല ചേച്ചിയും മക്കളും അത് വളരെ നന്നായിട്ട് പാലിക്കുകയും കർത്താവിന് സാക്ഷ്യമായി ജീവിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ ഓരോ കാര്യവും നിറവേറിക്കിട്ടുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഉത്തരമാവുകയും അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.